എല്ലാവർക്കും നമസ്കാരം. ഒരു ദിവസം ഞാനുണ്ടല്ലോ എന്തൊക്കെയോ പണികളെടുത്ത് ഉച്ച സമയമായപ്പോഴേക്കും ഉണ്ടല്ലോ അങ്ങ് ഭയങ്കര ക്ഷീണം തോന്നി കേട്ടോ. മടുത്തു. എന്തൊക്കെയോ പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് അപ്പടി മടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ച് ഒന്ന് കിടന്നു കേട്ടോ. കിടന്നു കഴിഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അങ്ങനെ ഞാൻ കിടന്ന് കണ്ണടച്ച് മയങ്ങി തുടങ്ങി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ അങ്ങ് ആകാശത്ത് നിന്നിട്ട് ദൈവം എന്നെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. എനിക്കത് കണ്ടപ്പം ഭയങ്കര അതിശയം തോന്നി കേട്ടോ. സത്യത്തിൽ ഇത് ദൈവം എന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്നതാണോ എന്നോർത്ത് ഞാൻ പിന്നെ നോക്കി. കണ്ണ് തുറന്ന് നോക്കിയില്ല, ഞാൻ മയക്കത്തിൽ തന്നെയാണ്. മയക്കത്തിൽ കണ്ണടച്ചുകൊണ്ട് ഞാൻ ആ സ്വപ്നത്തിൽ ദൈവത്തെ നോക്കിക്കൊണ്ടിരിക്കുക. സത്യത്തിൽ ദൈവം എന്നെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. സത്യമായിരുന്നു, ദൈവം സത്യത്തിൽ എന്നെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ ഓർത്തു, ഇതെന്താ ദൈവം ഇങ്ങനെ ചെയ്യുന്നേ? എനിക്ക് എന്തുമാത്രം പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, വിഷമങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. ദൈവം ഒരാൾ എന്നെ സഹായിക്കാനും സ്നേഹിക്കാനും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്നിട്ട് ഇപ്പം ദൈവം കൂടി എന്നെ കളിയാക്കിച്ചിരിക്കുകയാണോ? നമ്മളെല്ലാവരും അങ്ങനെയല്ലേ? എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും. ഇതൊന്നും ഇല്ലാത്തവരായിട്ട് ആരും കാണുകയല്ല ഈ ലോകത്തിൽ. അപ്പം നമ്മളുടെയൊക്കെ വിശ്വാസം ദൈവം നമ്മളുടെ കൂടെ ഉണ്ടാവും, ദൈവം നമ്മളെ സഹായിക്കാനുണ്ടാവും, സ്നേഹിക്കാനുണ്ടാവും എന്നൊക്കെയല്ലേ. ഇതുപോലെ തന്നെ ഞാനും ഓർത്തുകൊണ്ട് ദൈവത്തെ പിന്നെ നോക്കിക്കഴിഞ്ഞപ്പം ദൈവം പിന്നെ എന്നെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. എന്നിട്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു, എൻ്റെ ദൈവമേ, നീ ദൈവമല്ലേ? നിനക്കറിയാമല്ലോ എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വിഷമങ്ങളുണ്ടെന്നൊക്കെ. ഇതൊക്കെ അറിയാവുന്ന നീ എന്തിനാ എന്നെ നോക്കി ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നത്? നീ ഒരാൾ എന്നെ സ്നേഹിക്കാനും സഹായിക്കാനും ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് നീ ഇപ്പോൾ എന്നെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം ദൈവം എന്നോട് പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ കളിയാക്കി ചിരിക്കുന്നത്. നിനക്കറിയാമല്ലോ ഞാൻ നിൻ്റെ ദൈവമാണെന്ന്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കാനുണ്ടെന്ന് നിനക്കറിയാമല്ലോ. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഇതൊക്കെ അറിയാവാഞ്ഞിട്ടും ദൈവം എന്തിനാ എന്നെ കളിയാക്കി ചിരിക്കുന്നത്? അപ്പം ദൈവം എന്നോട് ചോദിച്ചു, നീ എന്തൊരു മണ്ടിയാ, ഇതൊക്കെ അറിയാവാഞ്ഞിട്ടും നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? നിനക്കെന്തിനാ ഇത്ര പ്രയാസങ്ങളും ഇത്ര ബുദ്ധിമുട്ടുകളും ഇത്ര ദുഃഖങ്ങളും ഒക്കെ? അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവം എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ദൈവത്തിനെല്ലാം അറിയാമല്ലോ. എൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ അറിയാവുന്ന ദൈവം എന്നെ കളിയാക്കി ചിരിക്കുന്നു, എന്നെ മണ്ടിയാണെന്ന് വിളിക്കുന്നു. എന്തിനാ എന്നോട് മാത്രം ഇങ്ങനെ പെരുമാറുന്നേ? ദൈവം കൂടി എന്നോട് ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ ആരാ ഉണ്ടാവുക? അപ്പം ദൈവം എന്നോട് പറഞ്ഞ ഇതാണ്, നിനക്കറിയാം ഞാൻ നിൻ്റെ ദൈവമാണെന്ന്. നിന്നെ സൃഷ്ടിച്ചത് ഞാനാണ്. നിൻ്റെ ഓരോ സാഹചര്യങ്ങളും, നിൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ അവസ്ഥകളും തന്നത് ഞാൻ തന്നെയാണ്. ഞാൻ അറിയാതെ നിൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നിൻ്റെ വിഷമങ്ങളും നിൻ്റെ ബുദ്ധിമുട്ടുകളും നിൻ്റെ പ്രയാസങ്ങളും എല്ലാം ഞാൻ അറിയുന്നുണ്ട്. നിനക്ക് എന്തുകൊണ്ടാണ് എന്നോട് സംസാരിച്ചു കൂട്ടാത്തത്? അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ പ്രാർത്ഥിക്കാറില്ലേ? എനിക്ക് ഇന്ന വിഷമങ്ങളുണ്ട്, എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളുണ്ടെന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാറില്ലേ? ദൈവം അതൊന്നും കേൾക്കാഞ്ഞിട്ടല്ലേ? അപ്പം ദൈവം എന്നോട് ചോദിച്ചു, നിനക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നീ എന്നെ വിളിക്കും, നിനക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ നിനക്ക് വിഷമങ്ങൾ വരുമ്പോൾ നീ എന്നെ വിളിക്കും, അല്ലാത്തപ്പോഴൊക്കെ നീ എന്നെ മറന്നു കളയും. നിനക്ക് എന്തുകൊണ്ടാണ് നിൻ്റെ ഒരു ഉറ്റ സുഹൃത്തിനെ പോലെ എന്നോട് സംസാരിക്കാൻ കഴിയാതെ? നീ ഓർക്കുക, നീ എവിടെ പോയാലും, നീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നിൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. നീ എന്നോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുക. നിനക്ക് ഒറ്റപ്പെടലുകൾ തോന്നുകയില്ല. നിൻ്റെ വിഷമങ്ങളാകട്ടെ, നിൻ്റെ സന്തോഷങ്ങളാകട്ടെ, ദുഃഖങ്ങളാകട്ടെ, പരാജയങ്ങളാകട്ടെ, വിജയങ്ങളാകട്ടെ, എല്ലാം നീ എൻ്റെ അടുത്ത് പറയുക. ഞാൻ നിന്നെ സഹായിക്കാനുണ്ടാവും. ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ എപ്പോഴും നീ എന്നോട് നിൻ്റെ ഒരു ഉറ്റ സുഹൃത്തിനെ പോലെ സംസാരിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ഒരിക്കലും ഒരു ഒറ്റപ്പെടൽ തോന്നുകയില്ല. നിനക്ക് പിന്നെ ദുഃഖങ്ങളുണ്ടാവില്ല, വിഷമങ്ങളുണ്ടാവില്ല. നിന്നെ സഹായിക്കാനായിട്ട്, നിന്നെ സ്നേഹിക്കാനായിട്ട് ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് നീ അനുഭവിച്ചറിയും.